ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആർക്കും എളുപ്പത്തിൽ ഒരു 5-6 ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉരുളൻകിഴങ്ങ് ഫ്രൈ ആണ്. പൊട്ടറ്റോ ഫ്രൈ ആണെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഈ ഒരു ഫ്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, നമുക്ക് കഴിക്കാൻ ചോറിനൊപ്പം ഇത് മാത്രം മതി. ഇതുണ്ടാക്കാനായിട്ട് വലിയ ഏർപ്പാടുകളൊന്നും വേണ്ട, വളരെ സിമ്പിളുമാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ 3 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിത് വട്ടത്തിൽ വളരെ കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ വട്ടത്തിൽ കണ്ടോ വളരെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് എത്രയാണോ അത് വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊരു നാടൻ ഭക്ഷണത്തിൻ്റെ ഒരു കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് പാത്രത്തിൻ്റെ വലിപ്പമനുസരിച്ച് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം വളരെ ഒത്തിരി ബലം കൊടുത്തിട്ടൊന്നും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പറ്റുവാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ എടുത്ത് മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വലിയ കയ്യിലോണ്ട് ഇളക്കുമ്പോൾ കണ്ടോ ഈ ഒരു ഉരുളൻകിഴങ്ങൊക്കെ പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടാൽ മതിയാവും. പിന്നെ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇതിൻ്റെ നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കളറിലായപ്പോൾ ഞാനത് വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു. ഇനി അതേ പാത്രത്തിൽ അതേ എണ്ണയിൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ എടുക്കുക. ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്ന എണ്ണ ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ആവശ്യത്തിനുള്ളതേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉഴുന്നുംപരിപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ജീരകം 1/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നല്ല ജീരകമാണ്, അല്ലെങ്കിൽ ചെറിയ ജീരകം എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ജീരകം നിർബന്ധമായിട്ടും ചേർക്കണം. കാരണം ഇത് ഉരുളൻകിഴങ്ങാണ്. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ജീരകം ചേർത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഉരുളൻകിഴങ്ങ് ഒന്നിട്ട് കൊടുക്കുക. ഇനി നമ്മളിവിടെ ഇളക്കുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കാനായിട്ട്. കാരണം പെട്ടെന്ന് ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം വെന്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി, ഇതിനകത്ത് എരിവിന് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എരിവിന് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, വേറെ പച്ചമുളക് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഒത്തിരി ബലം കൊടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പാണ്. നമുക്ക് തക്കാളിക്ക് പകരമാണ് ഞാൻ ഈ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നത്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ടൊമാറ്റോ കെച്ചപ്പും കൂടെ വരുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക സ്വാദായിട്ട് വരുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇതൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരും. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ മുന്നേ തന്നെ ഇത് വറുത്തെടുത്തിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഇതിങ്ങനെ ആ ഒരു ചെറിയ തീയിൽ ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വെന്തല്ല ഒരു നിറക്കെ മാറി ഇച്ചിരി ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉണക്കമുളക് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എരിവൊക്കെ നല്ല ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ ഇവിടെ ഇപ്പം എനിക്കും ഹസ്ബൻഡിനൊക്കെ എരിവ് ഇച്ചിരി കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചേർത്തുന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട് കുറച്ച് മല്ലിയില ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം, അല്ലാത്തവർക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിങ്ങനെ ഇളക്കി ഇതിൻ്റെ ഒരു നിറം കുറച്ചൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ കണ്ടോ, ചെറിയൊരു ബ്രൗണിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ പക്ഷേ ഈ ഒരു സ്റ്റേജിൽ അങ്ങ് എടുക്കുന്നുണ്ട്. കാരണം കുറച്ച് ക്രിസ്പിയും കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് കഴിക്കാൻ സുഖം. അതല്ല നിങ്ങൾക്ക് ഭയങ്കര ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് എക്സ്ട്രാ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി കേട്ടോ. അതൊന്ന് അടി പിടിക്കാത്ത രീതിയിൽ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്.
അങ്ങനെ ദാ നമ്മുടെ അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡിയാണ്. പിന്നെ ഒരു മെയിൻ പൊടിക്ക് വേണ്ടി ഞാൻ അല്പം നാരങ്ങനീര്, ഒരു 1/4 ടീസ്പൂൺ വരുന്ന നാരങ്ങനീര് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു നാരങ്ങനീരും കൂടെ വരുമ്പോഴാണ് ഇതിനൊരു എക്സ്ട്രാ രുചിയും എക്സ്ട്രാ ടേസ്റ്റും വരുന്നത്. അപ്പം നമുക്കിത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കൊച്ചു കൊച്ചു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടി സവോള, തക്കാളി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ ഒരു ഉരുളൻകിഴങ്ങും കുറച്ച് പൊടികൾ, ഇപ്പം മുളക് പൊടി, കുരുമുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു ഇറച്ചിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതൊന്ന് വറുത്ത് കൊടുത്തെന്ന് ശരിക്കും ഒരു ഇറച്ചിയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് ഫ്രൈ പോലെ ചെയ്ത പോലൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.